എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇനി വന്നിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. വലിയ പാടൊന്നുമില്ല, ഈസിയായിട്ട് ചെയ്യാനും പറ്റും. പക്ഷെ അത് ഉണ്ടാക്കി കൊടുത്ത മക്കൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വേറൊന്നുമല്ല, ബട്ടർ ബിസ്ക്കറ്റ്. ഓക്കെ, കോക്കനട്ട് ബട്ടർ ബിസ്ക്കറ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓളന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി പാൻ ചൂടാക്കാൻ വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരികിയത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇതിന്റെ വെള്ളത്തിന്റെ അംശം ഒന്ന് പോയാൽ മതി, ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ഫ്രൈ ആയാൽ മതി. വെള്ളത്തിന്റെ ഒരു അംശം ഇല്ലാതെ ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞൊരു ബൗളിലെടുത്ത് ഇതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. അപ്പോൾ ബട്ടർ നന്നായിട്ട് ഉടച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടില്ല, അപ്പോൾ അത് നന്നായിട്ട് പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് മിക്സായി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളങ്ങനെ ഡ്രൈ ചെയ്ത് വെച്ച കോക്കനട്ട് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് കുറച്ച് കോക്കനട്ട് മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ ഡ്രൈ ചെയ്ത കോക്കനട്ട് കുറച്ച് മാറ്റി വെക്കണം. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അത് കഴിഞ്ഞ് ഒരു പിഞ്ച് സാൾട്ട്, ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കത്തില്ല, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ആദ്യം ഈ തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കൈ കൊണ്ട് കുഴയ്ക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാം. നിങ്ങൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് പാല് മിക്സ് ചെയ്തിട്ട് മാവ് പോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. കണ്ടത് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാവായിട്ട് കുഴയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് കേട്ടോ, ഒരുപാട് പാല് വേണ്ട, കുറച്ച് പാല് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ആവശ്യത്തിന് പാല് ചേർത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല, ഒരുപാട് കട്ടിക്കും ആവാൻ പാടില്ല. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചെറിയൊരു ബോള് ഈ ഒരു പരുവത്തിലൊരു ബോൾ എടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. ഇതുപോലെ ഒന്ന് സൈഡ് ഇതുപോലെ ഇത് ചെയ്തിട്ട് ഷേപ്പ് ആക്കണം കേട്ടോ. ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം കുറച്ച് തേങ്ങ മാറ്റി വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് തേങ്ങ ഫ്രൈ ചെയ്തതൊന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. കണ്ടല്ലേ, അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലാക്കിയെടുത്തു. ഇനി നമുക്ക് ഇത് ഒരു പാനിനകത്ത് വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു 5 മിനിറ്റ് മുമ്പേ നമ്മൾ ആ പാൻ ഉണ്ടല്ലോ ലോ ഫ്ലെയിമിൽ സ്റ്റൗവിനകത്ത് അത് ചൂടാവാൻ വെക്കണം. അപ്പോൾ ഞാൻ ആൾറെഡി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 30 to 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ബേക്കാവണം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ബേക്കാവട്ടെ. അപ്പോൾ നമുക്കിത് ബേക്കായതെന്ന് നോക്കാം. നമ്മളിപ്പോൾ വെച്ചിട്ടൊരു 20-30 മിനിറ്റോളം ആവുന്നു. നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്ത് ഇങ്ങനെ കുത്തി നോക്കാം. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ട് തണുക്കണം. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ എത്ര ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമ്മളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെന്നുണ്ടല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ കോക്കനട്ട് ബിസ്ക്കറ്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണമായിട്ട്, ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വാല്യുബിൾ കമൻറ്റ്സ് ഇടുക. അപ്പോൾ നാളെ നമ്മൾ രുചികരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ.